വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലൊക്കെ പലപ്പോഴും ഈ കേന്ദ്ര ധനസഹായവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ നിവാസികളുടെ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുന്നു. ആ ഹൈക്കോടതി പറയുന്നത് ഇവരുടെ ബാങ്ക് വായ്പ, അതായത് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ സത്യത്തിൽ ഹൈക്കോടതി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നുള്ള തരത്തിൽ. അതായത് നമുക്കറിയാം, ഈ വയനാട്ടിലെ ജനങ്ങളുടെ സമ്പാദ്യം മാത്രമല്ല അവരുടെ ജീവിതവും ജീവനും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണിപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തേണ്ടതിന് പകരം അവരുടെ ഈ വായ്പകൾ പോലും, ബാങ്ക് വായ്പകൾ പോലും എഴുതിത്തള്ളാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറയപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങളെ ഇതുപോലുള്ള കഷ്ടകാലം വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നിസ്സഹായരായി നിൽക്കുമ്പോൾ അവരെ സഹായിക്കുവാനുള്ള ഒരു സന്മനസ് അത് കാണിക്കുവാൻ എപ്പോഴും സർക്കാരുകൾ തയ്യാറാകേണ്ടതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത്തരത്തിൽ ചെയ്താൽ സത്യത്തിൽ ജനങ്ങൾക്ക് ഈ അവമതിപ്പ് ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനോടാണെങ്കിലും ഏത് സർക്കാരിനോടാണെങ്കിലും ഒരു അവമതിപ്പുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെയാണ്. ശരിയാണ്, നിങ്ങൾ പറയുന്ന രീതി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന് ഈ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന് പറയപ്പെടുന്ന സാഹചര്യം എന്താണ്? പറയുന്ന നോംസ് ഇത്രയേ ഉള്ളൂ, അത് ബാങ്കുകൾ എന്ന് പറയപ്പെടുന്ന RBIയുടെ നിയന്ത്രണത്തിനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിനും ഭരണഘടനയെ കൂട്ടുപിടിച്ചും ഭരണഘടനയോടൊപ്പം ചേർന്നും ഒക്കെ സഞ്ചരിക്കാൻ നിന്നാൽ മാനുഷിക മൂല്യങ്ങളെ മതിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടേ? ജനാധിപത്യ സംവിധാനത്തിലൂടെ നിങ്ങളെയൊക്കെ അധികാരത്തിലേക്ക് കയറ്റുന്നത് തന്നെ ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ഇങ്ങനെയാണോ ജനങ്ങൾക്ക് വേണ്ടി പെരുമാറുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ജനം നിങ്ങളോട് ചോദിക്കുന്നില്ലേ പലവട്ടം? നിങ്ങൾ പറയേണ്ടത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആകരുത് നിങ്ങൾ ജീവിക്കുന്നത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആകരുത് നിങ്ങൾ ഭരിക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഒന്നാം ശക്തിയൊക്കെ ആകാൻ മത്സരിച്ചുകൊള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്നാം ശക്തി ആകട്ടെ, അത് ഏത് തരത്തിലാണ്, സാമ്പത്തികമായിട്ടാണെങ്കിലും ആയുധപരമായിട്ടാണെങ്കിലും സാമൂഹ്യ രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം എത്തപ്പെടേണ്ടത് അനിവാര്യതയാണ്. അത് ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു. അതിനൊന്നും ഒരു കുറവുമില്ല, അതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വയനാട്ടിലെ ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികളോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം, ഈ വാക്കാണ് ഹൈക്കോടതി വരെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ. നമുക്കറിയാം, ഈ ഗുജറാത്തിലും അസ്സാമിലും ഒപ്പം തന്നെ ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗുജറാത്തിലും അസ്സാമിലും ആ സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ അവർ നേരിട്ട പ്രളയക്കെടുതി അല്ലെങ്കിൽ വെള്ളപ്പൊക്കക്കെടുതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 707 കോടി രൂപ കൂടി അധികമായിട്ടുള്ള സഹായം നൽകിയിരിക്കുകയാണ്. ഇവിടെ 2100 കോടി രൂപ ചോദിച്ചു. അതിനകത്ത് ആ ധനസഹായം നൽകിയെന്ന് മാത്രമല്ല, അധികമായിട്ടൊരു ധനസഹായം നൽകിയതുമില്ല, എന്നാൽ നൽകേണ്ട ധനസഹായം കിട്ടിയതുമില്ല. അപ്പോൾ നമുക്കിവിടെ 228 കോടി എന്നൊക്കെ പറഞ്ഞ് നൽകുന്നതല്ലാതെ കിട്ടേണ്ട ധനസഹായം കൊടുക്കാതായി പോകുന്നതും ഇത്തരത്തിലുള്ള ബാങ്ക് വായ്പകൾ അടക്കം എഴുതിത്തള്ളാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നതും ശരിയാണോ? ശരിയല്ല. അതായത് കോടതി ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കാൻ താല്പര്യമില്ലെന്ന് പറയണം. കാരണം ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കേന്ദ്രം സഹായിക്കില്ല എന്ന് ജനങ്ങൾ അറിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിനെ പഴിചാരുന്നതല്ല, കേന്ദ്രമെടുത്ത നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതാണ് കോടതി ചെയ്തിട്ടുള്ളത്. കാരണം കോടതി എപ്പോഴും നിസ്സഹായരായ, നിരാലംബരായ, അശരണരായ ജനങ്ങളോടൊപ്പമാണ്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് കോടതികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ സംഭവിച്ചിരിക്കുന്നതാണ്. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ ജീവനുകൾ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ മനുഷ്യജീവനുകളോടൊപ്പം തന്നെ ഒലിച്ചുപോയ വീടുകൾ, അവരുടെ സമ്പാദ്യങ്ങൾ, കൃഷിയിടങ്ങൾ, സ്കൂളുകളടക്കം ഒലിച്ചുപോയി ഒരു പഠന സംവിധാനം തന്നെ അവിടെ രൂപീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ വയനാട് മാറിയിട്ടുണ്ടെങ്കിൽ ആ വയനാടിനെ ഇനിയും കുറച്ചുകൂടി മുൻപിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യേണ്ടതല്ലേ? അവിടെ ഈ പറയുന്ന പോലെ ഒന്നുമില്ലാതെ നിൽക്കുന്ന, അച്ഛനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട, അങ്ങനെ ഭാര്യയെ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ടവരൊക്കെ ഒട്ടനവധി പേർ ഇപ്പോഴും
ജീവച്ഛവങ്ങളായി വയനാടിൻ്റെ ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം നമ്മൾ നൽകേണ്ടതാണ്. അവർക്ക് ഒരു സഹായം നമ്മൾ നൽകേണ്ടതാണ്. ഒരു കൈത്താങ് കൊടുത്താൽ ചിലപ്പോൾ അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കയറി മുകളിലേക്ക് വന്നേക്കാം. ആ സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് അത് കേന്ദ്രത്തിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഭരണഘടനയുടെ പേര് പറഞ്ഞ് RBIയുടെ റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണ് ബാങ്കുകൾ എന്നുള്ള തൊടുനായം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ? അവിടെ ഭരണഘടനയെ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട. ഹ്യൂമാനിറ്റി, ഒരു അല്പം മനുഷ്യത്വം കാണിക്കാൻ ശ്രമിക്കൂ. ഈ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നതും ശരിയല്ല. ചിറ്റമ്മ നയമെന്ന് കോടതി പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് അസാമിന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗുജറാത്തിന് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത്രത്തോളം വലിയ കെടുതികൾ ഉണ്ടായിട്ടുമില്ല, ഇത്രത്തോളം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുമില്ല. വലിയ പ്രളയക്കെടുതി എന്ന് പറയപ്പെടുന്നത് ഇത്രത്തോളം നമ്മളെ വയനാട്ടിൽ സംഭവിച്ച പോലെ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പോലും അവർക്ക് അധിക സഹായം നൽകുന്നുണ്ട്. നൽകിക്കോട്ടെ, അവിടെയുള്ള ആൾക്കാർക്കും അത് വേണം, അത്യാവശ്യം തന്നെയാണ്. നൽകരുത് എന്നല്ല പറയുന്നത്. അവർക്ക് നൽകുന്നത് പോലെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കും സഹായിക്കേണ്ടതല്ലേ? അങ്ങോട്ട് സഹായം വേണ്ടി വരുന്നതല്ലേ? പക്ഷെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചിറ്റമ്മ നയങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കാൻ ഇവിടെ ഒരു സർക്കാരില്ല, പകരം ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. ആകെ ഉള്ളത് നമ്മുടെ കോടതികൾ മാത്രമാണ്. ആ കോടതിയിൽ നിന്നെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് ഒരു നീതി ലഭിക്കട്ടെ എന്നുള്ളതാണ്. അത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടനയുടെ പേര് പറഞ്ഞിട്ട് നടപടി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നാണ്. അധികാരമുണ്ടോ എന്ന് ഈ ഭരണഘടന വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് അങ്ങനെ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് RBIയുടെ അണ്ടറിലാണ് ബാങ്കുകൾ എന്ന് പറയപ്പെടുകയും അതുകൊണ്ട് നമുക്ക് ഈ വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്നത് ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. വയനാട്ടിലെ മുണ്ടക്കയിലെ ചുരൽമലയിലേക്ക് ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ ക്രൂരമായ പ്രവൃത്തിയാണ്. കാരണം ആ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടവരുടെ ആഘാതത്തിൽ നിന്ന് ഈ ജനത ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അവിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന തരത്തിലേക്കുള്ള സമ്മർദ്ദം കൊടുക്കുന്നത്. ഇതിലുള്ള ബാങ്ക് വായ്പകൾ തിരിച്ചടവ് നടത്തുക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അതൊക്കെ ഒന്ന് എഴുതിത്തള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ അവിടുത്തെ ജനത കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയതിനെ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള കരുത്തും കിട്ടുമായിരുന്നു. പക്ഷെ ആ കരുത്തൊക്കെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചോർത്തിക്കളയുന്ന തരത്തിലേക്കുള്ള പ്രവണതകളും പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സത്യത്തിൽ ഇവിടെ ആരെയാണ് ഇവർ ഈ കേന്ദ്ര സർക്കാർ ആണെങ്കിലും വിഡ്ഢിയാക്കുന്നത്? നമുക്ക് കേന്ദ്ര സർക്കാരിന് പണമില്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്തായാലും നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ ഈ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കുറച്ച് കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധനസഹായം കൊടുത്തു എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഇല്ലാതായി തീർന്നു പോകാനോ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു രാജ്യമൊന്നുമല്ല, ഒരു ദരിദ്ര രാജ്യമൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പണമില്ലാത്തത് കൊണ്ടല്ല, അവിടെ രാഷ്ട്രീയമാണ്. അപ്പോൾ സത്യത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ നിഷേധിക്കാനാകുന്ന ഒന്നല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ അന്തസ്സോടെ ജീവിക്കുവാനുള്ള വയനാട് നിവാസികളുടെ ഒരു മൗലിക അവകാശമാണ് സത്യത്തിൽ ഇപ്പോൾ അപകടത്തിലായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ വേദനാജനകമാണ് അവരുടെ കാര്യം. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വളരെ വലിയ നിർണായക ചർച്ചകൾക്കൊക്കെയായിട്ട് തലസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. നാളെ നരേന്ദ്രമോദിയുമായി പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം, കേരളത്തിന് എയിംസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ തകർന്ന് വീണ അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ തകർന്ന് വീണ വയനാടിൻ്റെ ഒരു പുനർനിർമ്മാണം, ആ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഒക്ടോബർ 1 കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചത്. ആ സഹായം പരിമിതമായ സഹായമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും സഹായത്തോട് ആ പ്രഖ്യാപിച്ച സഹായം പര്യാപ്തമല്ല എന്ന് പറയപ്പെടുമ്പോഴും പക്ഷെ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ശക്തിയും പ്രാപ്തിയും ഒന്നും പിണറായി വിജയൻ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ കേന്ദ്രത്തിന് മുന്നിൽ തയ്യാറാകുന്നില്ല. ഇവിടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൊക്കെ തയ്യാറാകുന്നുണ്ട്. പക്ഷേ
കേന്ദ്രത്തിന് മുന്നിൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് ഈ രാഷ്ട്രീയം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് തന്നെ ഇവിടെ നിന്നും പെട്ടെന്ന് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ കാണുക, ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിഷേധിക്കരുത് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ രാഷ്ട്രീയം ഒരു കലയായതുകൊണ്ട് തന്നെ, സാധ്യതകളുടെ കലയായതുകൊണ്ട് തന്നെ ആരുമായിട്ടും എങ്ങനെയും മിങ്കിൾ ചെയ്ത് പോകാൻ കഴിയും. ഇപ്പോൾ നടക്കുന്നതല്ല നാളെ നടക്കുന്നതല്ല അടുത്ത ദിവസം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണുന്നുണ്ടെങ്കിൽ അതിന് ഈ വയനാടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ പോയതായിരിക്കില്ല. ഒപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്കായിരിക്കും ഇത് ചെല്ലുക. അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യാം എന്ന് പറയുന്നതായിരിക്കാം. എന്തായാലും ഇങ്ങനെ രണ്ട് ഭാഗത്ത് നിന്ന്, ഇവിടെ കേരളത്തിലും അവിടെ കേന്ദ്രത്തിലും സർക്കാരുകളുണ്ട്. പക്ഷേ ഈ സർക്കാരുകൾ ജനങ്ങളുടെ വേദനയും വിഷമവും ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് അതിദയനീയമാണ്. കുറച്ചുകൂടി ലിബറലായിട്ടുള്ള സമീപനം സ്വീകരിക്കുവാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതാണ്. ഒപ്പം അത് നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്താൻ കേരള സർക്കാരും ശ്രമിക്കേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. പകരം ഹൈക്കോടതി ഇടപെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി അതിൽ നിന്ന് ഈ വയനാട്ടിലെ മുണ്ടക്കയിലെയും ചുവൽമലയിലെയും ജനങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ അവരുടെ ബാങ്ക് വായ്പകൾ അടക്കം എഴുതി തള്ളുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മാത്രമാണ് ഇതിലൂടെ നമുക്ക് പറയുക.